അടുത്തതാണ് എൻസൈംസ്. നമുക്കറിയാം നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യണത് കുറേ കെമിക്കൽ റിയാക്ഷൻസ് കോർഡിനേറ്റഡ് ആയിട്ടുള്ള കുറേ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യും. ആ ഡൈജഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നമുക്കറിയാം നമ്മുടെ ഒരു 6 മണിക്കൂറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു 5 to 6 hours ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ആ ഡൈജഷനിൽ ഡൈജഷൻ കംപ്ലീറ്റ് ആവണത്. അപ്പോൾ ആ ഡൈജഷൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് അതിലേക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക. ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസിനെ ഒക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷം അൾട്ടിമേറ്റ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ലൈഫ് നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് നമ്മൾ ഓക്സിജൻ വായു ശ്വസിക്കുന്ന സമയത്ത് അതിൽ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുക. ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ഓക്സിജൻ രക്തത്തിലൂടെ അലിഞ്ഞിട്ട്, അതായത് ബ്ലഡ് ഓരോ സെല്ലുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് അത് എനർജി റിലീസ് ചെയ്യണ ആ പ്രോസസ്സിന് സഹായിക്കുന്നത്. ഓക്സിജൻ്റെ പ്രസൻസിലാണ് ഈ ഫുഡ് അസിമിലേറ്റ് ചെയ്യണതും അവിടുന്ന് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യണതും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കുറേ കോർഡിനേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഇതേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കുറേ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കെമിക്കൽ റിയാക്ഷൻസിനെയൊക്കെ നടക്കാൻ സഹായിക്കുന്ന ബയോ കാറ്റലിസ്റ്റാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സ്വയം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, പക്ഷേ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബയോ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കലായിട്ടുള്ള റിയാക്ഷൻസ്, ശരീരത്തിൽ നടക്കുന്ന ഫിസിയോളജിക്കൽ റിയാക്ഷൻസിൻ്റെയൊക്കെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബയോ കാറ്റലിസ്റ്റ്, അതായത് എൻസൈംസ്. നമുക്കറിയാം നമ്മുടെ ശരീരം ദഹനക്കേട് വരും. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നല്ല പോലെ ചവച്ചിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിൽ ദഹനക്കേടിന് കാരണമാവും. അതിനൊക്കെ കാരണം എന്താ? ഈ ച്യൂവിങ് അല്ലെങ്കിൽ ഈ ചവയ്ക്കൽ നല്ല പോലെ നടന്നില്ലെങ്കിൽ അവിടെ ഈ വായയിൽ ഉമിനീരുണ്ട് അല്ലേ, ഉമിനീരിൽ എൻസൈംസ് ഉണ്ട്, അതുമായിട്ട് മിക്സ് ആവില്ല. അതുപോലെ തന്നെ അങ്ങനെ പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാലും അവിടെയുള്ള എൻസൈംസുമായിട്ട് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യില്ല. അപ്പോൾ ആ റിയാക്ഷൻ അത്ര ഫാസ്റ്റായിട്ട് നടക്കില്ല. അപ്പം നമ്മുടെ ഈ വേരിയസ് ആയിട്ടുള്ള എൻസൈംസ് റിയാക്ട് ചെയ്തിട്ടാണ് ഇതേപോലെയുള്ള ഈ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ബയോ കാറ്റലിസ്റ്റ് ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ എൻസൈംസും ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. പോളിപെപ്റ്റൈഡ്സ് തന്നെയാണ്, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഇനിയോ അപ്പോൾ ഈ എൻസൈംസിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് മാൾട്ടേസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈംസിനെ നമുക്ക് നെയിം ചെയ്യണത് ചിലപ്പോൾ അത് ഏത് സബ്സ്ട്രേറ്റിലാണ് ആക്ട് ചെയ്യണത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഇത് മാൾട്ടോസിൽ ആക്ട് ചെയ്യുന്ന എൻസൈം എന്നുള്ള രീതിയിൽ മാൾട്ടേസ് എന്ന് പേര് കൊടുത്തു. എൻസൈംസിൻ്റെയൊക്കെ അവസാനം ASC എന്നുള്ള ഒരു എയ്സ് എന്നുള്ളതിലാണ് അവസാനിക്കുക. അപ്പോൾ മാൾട്ടോസിൽ ആക്ട് ചെയ്യുന്ന എൻസൈം എന്നുള്ളതിനനുസരിച്ചിട്ട് മാൾട്ടേസ് എന്ന് പേര് കൊടുത്തു. ഇനി ചിലപ്പോൾ എൻസൈംസിനെ പേര് കൊടുക്കുന്നത് അത് ഏത് റിയാക്ഷനാണ് കാറ്റലൈസ് ചെയ്യണത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ശരീരത്തിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻസിനെ ഫാസ്റ്റർ ആക്കുന്ന എൻസൈംസിനെ നമ്മൾ ഓക്സിഡേസ് എന്ന് പറയും. അതുപോലെ തന്നെ ഹൈഡ്രോളിസിസിനെ ഫാസ്റ്റർ ആക്കുന്ന എൻസൈംസിനെ ഹൈഡ്രോലൈസ് എന്ന് പറയും. അതുപോലെ തന്നെ ഡീകാർബോക്സിലേഷൻ നടക്കാം. അപ്പോൾ ഡീകാർബോക്സിലേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ ഡീകാർബോക്സിലേസ് എന്ന് പറയും. അതുപോലെ തന്നെ കാർബോക്സിലേഷന് സഹായിക്കുന്ന എൻസൈംസിനെ കാർബോക്സിലേസ് എന്ന് പറയും. അങ്ങനെ എൻസൈം ഏത് റിയാക്ഷനാണ് നടക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും അതിന് പേര് കൊടുക്കാം. ഇനി ഈ എൻസൈംസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ മാത്രമേ അത് ആവശ്യമുള്ളൂ. അതായത് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിലേ ആവശ്യമുള്ളൂ. അതിൻ്റെ പ്രസൻസ് ആവശ്യമാണ് താനും റിയാക്ഷനെ വളരെ ഫാസ്റ്ററായിട്ട് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് എൻസൈംസ്. ഇനി ഈ എൻസൈം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന്
നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെയുള്ള ഒരു എന്താണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്തിട്ടാണ് എൻസൈം ആക്ട് ചെയ്യുക. അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ എൻസൈമിൻ്റെ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ള ആ മെക്കാനിസം നമ്മൾ പഠിക്കും.